ഞങ്ങൾ അന്വേഷണത്തിൽ 5 മക്കളുള്ള ഒരു കുടുംബം ഒരാളാണ് ആ പയ്യൻ. ദേശീയപാത നിർമ്മാണം നടക്കുന്ന കൊല്ലം കുരീപ്പുഴ പാലത്തിന് സമീപമാണ് ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയായിട്ടുള്ള നിർമ്മാണ തൊഴിലാളിക്ക് ഒരു ദാരുണമായ അന്ത്യമുണ്ടായിരിക്കുന്നത്. അതായത് ബീഹാർ സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് ജുബറാൻ 48 വയസ്സാണ് മരിച്ചത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. എന്തായാലും ഈ മണ്ണിനടിയിൽ നിന്നും ശരീരഭാഗങ്ങൾ പുറത്തേക്ക് കണ്ടതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് അത് ഒരു തൊഴിലാളിയാണ് എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കാനും കഴിഞ്ഞിരിക്കുന്നത്. ആളുകൾക്ക് ഇവിടെ കളക്ടർ എത്തണമെന്നുള്ള ഒരു ആവശ്യമൊക്കെ ഉന്നയിക്കും. എന്താണ് അത്തരത്തിലൊരു ആവശ്യം? നിരവധി ആളുകൾക്ക്, അതായത് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളോടനുബന്ധിച്ച് ട്രെയിലറുകളടക്കമുള്ള വാഹനങ്ങൾ ഓട്ടിക്കുന്നത് യാതൊരുവിധ ലൈസൻസോ മറ്റു പരിചയമോ ഉള്ള ആളുകളല്ല. വെളുപ്പാൻ രാവിലെ കഴിഞ്ഞ ആഴ്ച തന്നെ വെളുപ്പാൻ രാവിലെ ഒരു പെങ്കൊച്ചിനെ ഒരു ട്രെയിലർ കൊണ്ടുവന്ന് ഇടിച്ചിട്ടിട്ട് പോയി. അതിന് 2 മാസത്തിന് മുമ്പാണ് ഒരു ട്രെയിലർ കൊണ്ടുവന്ന് ഒരു ചവറയിലുള്ള 32 വയസ്സുകാരിയായ ഒരു പെൺകുട്ടി കടവൂർ മരിക്കേണ്ടി സാഹചര്യം ഉണ്ടായ നിരവധി ആളുകൾക്ക് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ അശാസ്ത്രീയതയും പരിചയമില്ലാത്ത ആളുകളെയും കൊണ്ട് ഇന്നലെ തന്നെ ഈ മരണം സംഭവിക്കുന്ന സമയത്ത് ഒരു വണ്ടിയുടെ ഡ്രൈവർ മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ വളരെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത് ബംഗാളികളായിട്ടുള്ള ആളുകൾ, ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളുകൾ. നിർമ്മാണ തൊഴിലാളിക്ക് തന്നെയാണ് ഈ ജീവൻ നഷ്ടപ്പെട്ടത്. നിർമ്മാണ തൊഴിലാളിക്ക് തന്നെയാണ് ഈ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അത് ഞങ്ങൾ അന്വേഷണത്തിൽ 5 മക്കളുള്ള ഒരു കുടുംബം ഒരാളാണ് ആ പയ്യൻ. മനസ്സിലായില്ലേ? എന്തായാലും നാട്ടുകാരുടെ ഒരു ആവശ്യം, ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ വരാം. ഒന്നീ ജില്ലാ കളക്ടർ അല്ലെങ്കിൽ ADM അടക്കമുള്ള ഉത്തരവാദിത്തപ്പെട്ട ഞങ്ങൾ ഈ ബോഡി എടുക്കാൻ സമ്മതിക്കത്തില്ല, യാതൊരു കാരണവശാലും സമ്മതിക്കത്തില്ല. ഈ പോലീസ് ഇവിടെ ഈ മറിച്ചിരിക്കുന്ന ഭാഗത്താണ് ശരീരഭാഗങ്ങൾ കണ്ടത്. അതായത് കൈയാണ് ആദ്യം പുറത്തേക്ക് കണ്ടത്. തുടർന്നാണ് അഞ്ചാലുംമൂട് പോലീസിനെയൊക്കെ വിവരം അറിയിക്കുക. അഞ്ചാലുംമൂട് പോലീസ് സ്ഥലത്ത് ഇപ്പോൾ ആ പരിശോധനകളൊക്കെ നടത്തുകയും ചെയ്യുന്നുണ്ട്. അതായത് പലപ്പോഴും ഈ ഒരു കുരീപ്പുഴ ഭാഗത്ത് നിരവധി അപകടങ്ങളൊക്കെ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലൊരു പരാതി ഉന്നയിക്കുകയും ചെയ്യുന്നത്. എന്താണ് പോലീസിന്റെ തുടർ നടപടി നോക്കുക. എന്തായാലും ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. ബീഹാർ സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് ജുബറാൻ 48 വയസ്സുകാരനാണ്. 48 വയസ്സുകാരനായിട്ടുള്ള ആൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് എന്നുള്ളതാണ് പോലീസിൽ നിന്നും ലഭിക്കുന്ന ഒരു വിവരം എന്ന് പറയുന്നത്. എന്തായാലും ആ കുടുംബത്തിന്, അതായത് ഈ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതേ സമയത്ത് തന്നെ ഗ്ലൈഡർ ഉപയോഗിച്ച് മണ്ണ് നിരത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ഒരു ഈ കൈ കാണുകയും തുടർന്നുള്ള കാര്യങ്ങളൊക്കെ നടന്നെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നതായാലും നാട്ടുകാരുടെ ഭാഗത്തു നിന്ന്, അതായത് മുൻ കൌൺസിലർ ഉൾപ്പെടെയുള്ളവരാണ് ഇപ്പോൾ പ്രതിഷേധവുമായി എത്തുന്നത്. കൃത്യമായ പരിശോധനകളും കാര്യങ്ങളും നടത്തി ഉത്തരവാദിത്തപ്പെട്ട ആരുടെങ്കിലും സാന്നിധ്യത്തിൽ മാത്രമേ ഇൻക്വസ്റ്റ് ഉൾപ്പെടെ പൂർത്തിയാക്കാവുന്ന കാര്യങ്ങൾ ആവശ്യപ്പെടുന്നു. തുടർന്ന് എന്താണെന്നുള്ള കാര്യം നോക്കാം. എന്തായാലും ഈ ഒരു മേഖലയിൽ, ഈ പാലവുമായി ബന്ധപ്പെട്ട മേഖലയിൽ ഏറെ നാളായി നിർമ്മാണം നടക്കുകയും പലതവണ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്ത ഒരു സ്ഥലമായിരുന്നു. ഉടനടി എന്തായാലും നടപടി ഉണ്ടാകണം. ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഇവരുടെ ഒപ്പം ജോലി ചെയ്തിരുന്ന ഒരാൾക്ക് തന്നെയാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ഒരുപക്ഷെ രാത്രി അബദ്ധത്തിൽ ഈ ശരീരത്തിലേക്ക് മണ്ണിട്ടതിന് ശേഷം ഈ നിരത്താൻ തുടങ്ങിയപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടതാകാമെന്നുള്ളതാണ് പ്രാഥമികമായി പോലീസിന്റെ ഒരു നിഗമനം. കൃത്യമായ കാര്യങ്ങൾ കണ്ടെത്താൻ അന്വേഷണം നടത്തുകയും ചെയ്യുന്നുണ്ട്. കൊല്ലത്ത് നിന്ന് രതീഷ് മാടമ്പിശ്ശേലിനൊപ്പം ലിജോ റോളൻസ്, മീഡിയ 1.